Fifth question. The first 300 kilometer of a journey is covered in 3 and 1 by 3 hours, and the remaining of the journey is covered in 2 and 2 by 3 hours at 75 kilometer per hour. ഒന്നുകൂടെ question വായിക്കാം. The first 300 kilometer of a journey is covered in 3 and 1 by 3 hours, and the remaining of the journey is covered in 2 by 3 hours at 75 kilometer per hour. Find the average speed. Find the average speed of the whole journey. Find the average speed of the whole journey. അപ്പം ഫസ്റ്റ് 300 കിലോമീറ്റർ 3 and 1 by 3 hours കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് 300 കിലോമീറ്ററും ഫസ്റ്റ് ടേക്കൺ ടൈം എന്ന് പറഞ്ഞാൽ 3 and 1 by 3 hours. സെക്കൻഡ് ജേർണിയിൽ ടൈം 2 and 2 by 3 hours സ്പീഡ് തന്നില്ല. സെക്കൻഡിലെ ഡിസ്റ്റൻസ് തന്നിട്ടില്ല. സെക്കൻഡ് ജേർണിയുടെ സ്പീഡും ഇവിടെ സ്പീഡ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആവറേജ് സ്പീഡാ ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം ഫോർമുല എഴുതണം. ആവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താണ്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ നമുക്ക് രണ്ട് ജേർണിയുടെയും ഡിസ്റ്റൻസും ടൈമും ഉണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർ ദി ഫസ്റ്റ് ജേർണിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ, ടൈം 3 and 1 by 3 hours. ആദ്യത്തെ ഡിസ്റ്റൻസും ടൈമും നമുക്കറിയാം. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും കാണാൻ വേണ്ടി സെക്കൻഡും കൂടെ വേണം. ഫോർ ദി സെക്കൻഡ് ജേർണിക്ക് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ടൈം 2 and 2 by 3. അപ്പൊ നമുക്ക് അതിനെ 8 by 3 അവർ എടുക്കാം. സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് 75 കിലോമീറ്റർ പെർ അവർ ആണ്. ടൈം 8 by 3 hours, സ്പീഡ് 75 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലോ. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഫോർമുല ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് 75 കിലോമീറ്റർ പെർ അവർ, ടൈം 8 by 3 hours. Therefore, distance is equal to 75 into 8 by 3. 25 ആകുമ്പോൾ 200 കിലോമീറ്റർ എന്ന് വരും. രണ്ടാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 ആണ്. Therefore, ടോട്ടൽ ഡിസ്റ്റൻസ്, ഇത് രണ്ടാമത്തെ ജേർണിയുടെ ഡിസ്റ്റൻസ് ആണ് 200. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ഡിസ്റ്റൻസ് നമ്മൾ 300 ആണ്, രണ്ടാമത്തത് 200 ആണ്, ഈക്വൽ ടു 500 കിലോമീറ്റർ എന്ന് പറയും. ടോട്ടൽ ഡിസ്റ്റൻസ് 500 കിലോമീറ്റർ. ഇനി ടൈം, ടോട്ടൽ ടൈം നമുക്ക് വേണം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യത്തേത് 3 and 1 by 3 hours. 3 and 1 by 3 നമുക്ക് 3 into 3 9, 10 by 3 hours എടുക്കാം. ആദ്യത്തേത് 10 by 3 hours, രണ്ടാമത്തേത് 8 by 3 hours. അപ്പൊ 18 by 3 equal to 6 hours വരും. Therefore, average speed is equal to formula total distance divided by total. Already എഴുതിയതാണ്. Total distance divided by total time ആണ്.
ടോട്ടൽ ഡിസ്റ്റൻസ് 500 കിലോമീറ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 6. അപ്പൊ 500 ഡിവൈഡ് ബൈ 6 വരും. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 250 ഡിവൈഡഡ് ബൈ 3 8 83 ആൻഡ് 1/3 കിലോമീറ്റർ പെർ അവർ വരും. അപ്പൊ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 83 ആൻഡ് 1/3 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. The first 300 kilometer of a journey is covered in 3 and 1/3 hour. അപ്പോൾ for the first journey 300 kilometer time 3 and 1/3 അല്ലെങ്കിൽ 10/3 hour. And the remaining of the journey is covered in 2 and 2/3 hours and 75 kilometer per hour. അപ്പോൾ റിമൈനിങ് ജേർണിയുടെ ടൈം എന്ന് പറയുന്നത് 2 and 2/3 അല്ലെങ്കിൽ 8/3 അവർ ആണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 75 കിലോമീറ്റർ പെർ അവർ ആണ്. Therefore, സെക്കൻഡ് ജേർണിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യണം. സ്പീഡ് 75 കിലോമീറ്റർ, ടൈം 8/3. അത് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ജേർണി 200 കിലോമീറ്റർ ആണ് കിട്ടി. ഫസ്റ്റ് ജേർണി 300 ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 300 + 200 500 കിട്ടി. ടോട്ടൽ ടൈം ആദ്യത്തേത് 3 and 1/3 അല്ലെങ്കിൽ 10/3, രണ്ടാമത്തേത് 2 and 2/3 അല്ലെങ്കിൽ 8/3 ചെയ്യുമ്പോൾ നമുക്ക് 18/3 അല്ലെങ്കിൽ 6 hours കിട്ടും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 83 and 1/3 എന്ന് കിട്ടും.